കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി സിപിഎമ്മിൽ അടൂർ പ്രകാശിന്റെ ബിജെപി ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വെള്ളനാട് ശശി പ്രതികരിക്കുന്നത്. ബിജെപി ജയിച്ചാലും കുഴപ്പമില്ല, സിപിഎം ജയിക്കരുതെന്ന അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വെള്ളനാട് ശശി പറഞ്ഞു. അതേസമയം ശശിയെ പുറത്താക്കിയെന്നും വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലാണ് നടപടിയെന്നുമാണ് ഡിസിസി നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വെള്ളനാട് ശശി ഡിസിസി പ്രസിഡന്റ് പാലോട് രവിയാണ് അഴിമതിക്കാരനെന്നും വിമർശിച്ചു. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം. ആ 2 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശം നിൽക്കുമ്പോൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തലാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവർ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്കൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്കൂലിയാണ്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഗതി വരില്ല, ഞാൻ അതിൽ നിൽക്കേണ്ടി വരുവാണ്. വിവേരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, അല്പസമയം മുൻപ് നമ്മൾ കോൺഗ്രസിന് ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ച വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി സിപിഎമ്മിലേക്ക് കൂടുമാറി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലുള്ള വലിയ കൂടുമാറ്റങ്ങൾ ഇത്രമാത്രം തിരിച്ചടിയാണ്. ഒപ്പം എന്താണ് അദ്ദേഹം സിപിഎമ്മിലേക്ക് പോകാനുള്ള കാരണമായി പറയുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് വെള്ളനാട് മേഖലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് വെള്ളനാട് ശശി. KPCCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ വെള്ളനാട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അദ്ദേഹം 45 വർഷമായി വിവിധ മേഖലകളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നയാളാണ്. ആ രീതിയിൽ വെള്ളനാട് അരുവിക്കര മണ്ഡലത്തിൽപ്പെട്ട അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെട്ട സ്ഥലമാണ് വെള്ളനാട്. അവിടെ കോൺഗ്രസിനെ വലിയ സ്വാധീനമുണ്ടാക്കി കൊടുത്ത നേതാക്കളിലാണ് ശശി. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്നത്. ഒരു പ്രധാന കാരണമായി പറയുന്നത് അടൂർ പ്രകാശുമായുള്ള അസ്വാരസ്യങ്ങളാണ്. അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നപ്പോഴും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തന്നെയും പാർട്ടിയെ അവിടെ അവഗണിച്ചു. മാത്രമല്ല CPM തോറ്റാലും BJP ജയിക്കണമെന്ന ഭാവത്തോടുകൂടി നിലപാട് പ്രവർത്തിക്കുന്നതാണ് അടൂർ പ്രകാശ്. ഇത്തവണയും BJPയുമായിട്ടാണ് അദ്ദേഹം കൂട്ടുചേർന്നത്. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വെള്ളനാട് ശശി പറയുന്നു. എന്നാൽ ശശിയെ വെള്ളനാട് സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കിയെന്ന് CPMൽ അദ്ദേഹം ചേരാനെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ആരോപണം തള്ളിയ ശശി എന്ത് അഴിമതി തെളിയിക്കാനും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചു. ഏറ്റവും വലിയ അഴിമതിക്കാരൻ DCC പ്രസിഡന്റ് പാലോട് രവിയാണെന്നാണ് വെള്ളനാട് ശശിയുടെ ആരോപണം. ഈ CPMൽ ചേരുന്ന തൊട്ട് മുമ്പ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തു. അവിടെ വൈകാതെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഏതായാലും നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിരവധി BJP പ്രവർത്തകർ CPMലേക്ക് വന്നിരുന്നു. കരവാരത്തും അതുപോലെ വക്കത്തും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളനാട് നിന്നും കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളെ ഏറ്റവും പരിചയസഭ നേതാക്കളുടെ കൂടി CPM തങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നേതൃത്വമാണ് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ് മറ്റു പാർട്ടികളിലേക്ക്, CPMലേക്ക്, BJPയിലേക്കൊക്കെ പോകുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം വെള്ളനാട് ശശി പറയുന്നു. ഇത് വെറും ഒരു ആരോപണമായി മാത്രം കാണാനായിരിക്കുമല്ലോ അല്ലെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെറും ആരോപണം മാത്രമായിരിക്കുമല്ലോ അല്ലെ? കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ അവിടെ ഇരട്ട വോട്ടുകൾ 1 ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ മാറ്റി പട്ടിക ശുദ്ധീകരിച്ചാണ് അടൂർ പ്രകാശ് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന BJP ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമരലിന്റെ ഒരു ശബ്ദരേഖ ഉണ്ടായിരുന്നു. CPM നേതൃത്വം പുറത്തുവിട്ടതാണ്. അതിൽ അദ്ദേഹം BJP ഓഫീസ് സെക്രട്ടറി പറയുന്നത് അടൂർ പ്രകാശിന് വേണ്ടി ഇരട്ട വോട്ടുകൾ കണ്ടെത്തിക്കൊടുത്തത് താനാണ് എന്നാണ്. ആ കാര്യവും ഇപ്പോൾ CPMും വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണയും BJPയുമായി ചേർന്ന് BJPയുടെ സഹായത്തോടുകൂടിയാണ് അടൂർ പ്രകാശ് ജയിച്ചത്. ഇത്തവണ BJP ജയിച്ചാലും പ്രശ്നമില്ല എന്ന നിലപാടിലേക്ക് അടൂർ പ്രകാശ് മാറുന്നു. അക്കാരണങ്ങൾ കൊണ്ടാണ് രാജി. അതായത് അടൂർ പ്രകാശ് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ V മുരളീധരൻ ഉൾപ്പെടെയുള്ള സീറ്റ് ആഗ്രഹിച്ചിരുന്ന V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു എന്ന ആരോപണവും നേരത്തെ ഉയർന്നതാണ്. അതിന്റെയൊക്കെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളും. അടൂർ പ്രകാശിനെതിരെയും അദ്ദേഹത്തിന്റെ BJP ബന്ധം ആരോപിച്ചും ആണ് ഇപ്പോൾ വെള്ളനാട് ശശിയെ പോലുള്ള മുതിർന്ന നേതാവ് കോൺഗ്രസ് വിടുന്നത്. CPM ഇത് വലിയൊരു അവസരമായും ആയുധമാകും മാറ്റുകയാണ്. കാരണം അരുവിക്കരയിൽ ആ പ്രദേശത്ത് വെള്ളനാട് മാത്രമാണ് CPMന് ആ രീതിയിൽ സ്വാധീനം
ചെലുത്താൻ കഴിയാത്ത ഒരു നിലവിൽ ആ പഞ്ചായത്താണ് CPM-ന് ഭരിക്കാൻ കഴിയാത്തൊരു സ്ഥലവും അവിടെ നിന്നാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ CPM കോൺഗ്രസിൽ നിന്ന് അടപ്പി മാറ്റുന്നത്. ശരി, എന്തായാലും കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPM-ൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.